എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ലാസ്റ്റ് ഞങ്ങളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു മൂലക്കുരു എന്ന അസുഖത്തെക്കുറിച്ചിട്ടുള്ള ആയുർവേദവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ അതിലൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ റിപ്ലൈ നമുക്ക് ഒറ്റ വാക്കിൽ പറയാൻ പറ്റാത്തത് കൊണ്ട് ഞങ്ങൾ അതിനൊരു വീഡിയോ ആക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം ഞാൻ ആ കമൻറ്റ് ഒന്ന് വായിക്കാം. അല്ലേ ദിശ? ഓക്കെ. എൻ്റെ സുഹൃത്തിൻ്റെ ഏട്ടൻ തുടക്കത്തിലെ ആയുർവേദത്തിൽ കാണിച്ചു, അതായത് മൂലക്കുരുവിനെ കാണിച്ചു എന്നാണ് ഉദ്ദേശിച്ചത്. നമ്മുടെ നാട്ടിലെ പ്രസിദ്ധനാണ് ഡോക്ടർ. ട്രീറ്റ്മെൻറ്റ് ചെയ്തു, കുളമാക്കി, അവസാനം സർജറി ചെയ്ത് കളഞ്ഞു. ഇപ്പോൾ ആൾ സുഖമായിരിക്കുന്നു. എൻ്റെ ചോദ്യം, നമ്മൾക്ക് ഒരു അത്യാഹിതം വന്നാൽ നമ്മൾ ആയുർവേദത്തിലേക്ക് പോകണോ അതോ നോർമൽ ഹോസ്പിറ്റലിൽ പോകണോ? ക്രിട്ടിക്കൽ സ്റ്റേജിൽ ആയുർവേദവും ഹോമിയോവും തപ്പിപ്പോകുന്ന മലയാളികൾ എത്ര പേരുണ്ടാകും? ഇന്ന് നിലവിലുള്ളതിൽ വെച്ച് ഒരു സിസ്റ്റവും 100% പെർഫെക്റ്റ് ആണെന്ന് പറയാൻ പറ്റില്ല. എല്ലാത്തിനും അതിൻ്റെതായ ഗുണങ്ങളും പോരായ്മകളും ഒക്കെ ഉണ്ട്. അപ്പം ഇവരുടെ കണ്ടീഷൻ നമുക്ക് ആ ഒരു ഉദാഹരണം വെച്ചിട്ട് എല്ലാവരെയും നമുക്ക് ജനറലൈസ് ചെയ്യാൻ പറ്റില്ല. അത് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് നമുക്കത് കൂടുതൽ അന്വേഷിച്ചാലാണ് പറയാൻ പറ്റുള്ളൂ. നമ്മളൊരു അസുഖത്തിന് ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ അത് പെർഫെക്റ്റ് ആയിട്ട് അതിന് റിസൾട്ട് കിട്ടാൻ പല ഘടകങ്ങളെയും ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഒന്ന്, ആ രോഗി എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് ഡോക്ടർ പറയുന്ന ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ചിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നു. പിന്നെ ഒരു മെയിനായിട്ട് പഥ്യക്രമങ്ങൾ അത് എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. ആയുർവേദത്തിലാണെങ്കിൽ എത്രത്തോളം ആ ഡോക്ടർ പറഞ്ഞ ആ പഥ്യക്രമങ്ങൾ രോഗി പാലിച്ചു പോകുന്നുണ്ട്, ആ ജീവിതചര്യ എത്രത്തോളം ശരിയായ രീതിയിൽ സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, പിന്നെ മരുന്നിൻ്റെ ക്വാളിറ്റി, പിന്നെ അവരുടെ വീട്ടിലെ സാഹചര്യങ്ങൾ, പിന്നെ ഇവർക്ക് അറ്റൻഡേഴ്സ് ഉണ്ടാവും എന്നുവെച്ചാൽ വീട്ടിൽ ഇപ്പോൾ ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന ആൾക്കാർ, അവരുടെ എഫിഷ്യൻസി എല്ലാം ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഒരു അസുഖം എങ്ങനെ മാറുന്നു അതിൻ്റെ സക്സസ് റേറ്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. നമ്മൾ ദിശ ആയുർവേദയിൽ ചെയ്യുന്ന ഇത്തരത്തിലുള്ള പോരായ്മകളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് കൊണ്ടുവരാനുള്ള ശ്രമമാണ്. അപ്പോൾ ഒരു രോഗി മരുന്ന് വാങ്ങി പോയി കഴിഞ്ഞാൽ അത് ശരിയായ രീതിയിൽ അവർക്ക് ചെയ്യാൻ പറ്റിയാൽ മാത്രമാണ് നമുക്ക് ആ ട്രീറ്റ്മെൻറ്റ് സക്സസ്ഫുൾ ആവുള്ളൂ. അപ്പോൾ നമ്മൾ നിരന്തരം എല്ലാ ദിവസവും ഈ രോഗി ഏത് രീതിയിലാണ് അവരുടെ ജീവിതം കൊണ്ടുപോകുന്നത്, ഭക്ഷണക്രമങ്ങൾ ഏത് രീതിയിലാണ് കൊണ്ടുപോകുന്നത്, മരുന്ന് സമയത്ത് കഴിക്കുന്നത്, അതൊക്കെ നമ്മൾ മോണിറ്റർ ചെയ്യും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്സ് ഉറപ്പായിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഓരോ ദിവസങ്ങളായിട്ട് അത് മനസ്സിലാക്കി അത് തിരുത്തി കൊണ്ടുപോവുകയാണ് ചെയ്യുക. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ പറയാം, വിശക്കുമ്പോൾ മാത്രമാണ് ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ എന്ന് പറയും. അപ്പോൾ വിശക്കുമ്പോൾ മാത്രം ഭക്ഷണം കഴിക്കുന്ന പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് വിശക്കുമ്പോൾ കഴിച്ചിരിക്കണം. ചില പേഷ്യൻസ് ഇപ്പോൾ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് രാവിലെ വിശക്കുന്ന സമയത്ത് അവർക്ക് ഭക്ഷണം കഴിക്കാൻ പലപ്പോഴും പറ്റിക്കൊള്ളണമെന്നില്ല. അവർ വീട്ടിലെ ഹസ്ബൻഡിൻ്റെ കാര്യം നോക്കണം, ബാക്കിയുള്ളവർക്ക് ഫുഡ് ഉണ്ടാക്കണം, അതൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഇവരുടെ കാര്യം ഇവർ ആലോചിക്കുക തന്നെ. അപ്പോഴത്തേക്ക് വിശപ്പ് കൂടി എന്താവും, ആ ഒരു അസിഡിറ്റി ഒക്കെ വന്നു തുടങ്ങും. അതെ, കഴിക്കുന്നില്ല. നമ്മൾ വിശന്ന് കഴിഞ്ഞാലേ കഴിക്കാൻ പാടുള്ളൂ എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വിശക്കുമ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കണം, പെട്ടെന്ന് കഴിക്കണം. അല്ലാണ്ട് നമ്മൾ പിന്നെയും ഡിലേ ആക്കി കൊണ്ടുപോയാൽ അവർക്ക് അസിഡിറ്റി വരും. അപ്പോൾ ഇത് അവരുടെ ഉള്ള രോഗാവസ്ഥ കുറച്ച് വഷളാക്കാനും പുതിയ ലക്ഷണങ്ങൾ ഉണ്ടാവാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഇത് ആയുർവേദ ട്രീറ്റ്മെൻറ്റിൻ്റെ പോരായ്മയായിട്ട് കാണരുത്. ശരിക്കും പറഞ്ഞാൽ അവർ ശരിയായിട്ടുള്ള രീതിയിൽ ചെയ്യാത്തതിൻ്റെ പ്രശ്നമാണ്. അല്ലാതെ രണ്ട് തരത്തിൽ പറയാം. അതായത് ഇവർ പറഞ്ഞിരിക്കുന്നത് ആ പ്രസിദ്ധനായ ആയുർവേദ ഡോക്ടറെ ചികിത്സിച്ച് കുളമാക്കി എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് രണ്ട് തരത്തിൽ നമുക്ക് വ്യാഖ്യാനിക്കാം. ഡോക്ടർ ചിലപ്പോൾ വേണ്ട രീതിയിൽ മനസ്സിലാക്കാതെ ആയിരിക്കാം ചെയ്തത്. ഒന്ന് അതുകൊണ്ട്, പിന്നെ ഒന്ന് വേണ്ട രീതിയിൽ ഇവർക്കത് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ജനറലൈസ് ചെയ്തിട്ട് എന്താണെന്ന് പറയാൻ. ശരിക്കും പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഡോക്ടറോ അല്ലെങ്കിൽ ഒരു പേഷ്യന്റോ ഇങ്ങനെ സംഭവിച്ചു എന്ന് കരുതി നമ്മൾ ആയുർവേദ മേഖലയെ തന്നെ തള്ളി പറയാം, അതുപോലെ തന്നെ അലോപ്പതി മേഖലയെ തന്നെ തള്ളി പറയാം, അല്ലെങ്കിൽ ഹോമിയോപ്പതി എന്ന മേഖലയെ ഒരാളോ രണ്ടാളോ കാരണം അല്ലെങ്കിൽ ഒരു ചെറിയൊരു വിഭാഗം കാരണം നമുക്ക് തള്ളി പറയാൻ പറ്റില്ല. ഓക്കെ. പിന്നെന്ന് വെച്ചാൽ ആയുർവേദത്തിൽ ശരിക്കും ഔഷധത്തിനല്ല പ്രാധാന്യം കൊടുക്കുന്നത്, നമ്മുടെ ചികിത്സാ തത്വങ്ങൾക്കാണ്. അപ്പോൾ ഒരു അസുഖത്തിന് ഏത് ചികിത്സാ തത്വമാണ് അവിടെ വരേണ്ടത് എന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ട് അതിന് വേണ്ടിയുള്ള ഔഷധങ്ങളാണ് ഉപയോഗിക്കേണ്ടത്. അല്ലാണ്ട് ഇന്ന അസുഖത്തിന് ഇന്ന മരുന്ന് എന്ന് പറഞ്ഞിട്ട് ഉള്ളത് ശരിക്കും ആയുർവേദം അല്ല. പിന്നെ ഒരാൾ ആയുർവേദ മരുന്ന് ഉപയോഗിക്കുന്നത് കൊണ്ട് അതിനെ ആയുർവേദ ചികിത്സ എന്ന് പറയാനും പറ്റില്ല. അപ്പോൾ അങ്ങനെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും, എന്തുകൊണ്ട് ആയുർവേദ മരുന്ന് കഴിക്കുന്ന ഒരാൾ ആയുർവേദ ചികിത്സ എന്ന് പറയാൻ പറ്റില്ല എന്ന് പറയുന്നത്? ഇപ്പോൾ പൈൽസിൻ്റെ കാര്യത്തിലാണെങ്കിൽ നമ്മളുടെ ആ പൈൽസ് തന്നെ പല തരത്തിലുണ്ട്. അത് ഏത് പൈൽസാണ്, അത് ഏത് അവസ്ഥയിലുള്ളതാണെന്ന് മനസ്സിലാക്കിയിട്ട് ആയുർവേദത്തിൽ പറഞ്ഞിരിക്കുന്ന ആ സിദ്ധാന്തം അതിൽ അപ്ലൈ ചെയ്യുക. അപ്പോൾ ആ അപ്ലൈ ചെയ്യുന്ന സിദ്ധാന്തത്തിന് ഏതാണോ മരുന്ന് കറക്റ്റായിട്ടുള്ളത് അത് സെലക്ട് ചെയ്യുകയാണ് ചെയ്യുക. അല്ലാണ്ട് പൈൽസിന് ഇന്ന മരുന്ന് എഫക്റ്റീവ് ആണെന്ന് പറഞ്ഞിട്ട് പല മരുന്നുകളുണ്ട്, പരസ്യത്തിലൊക്കെ കാണാം. അത് പേര് ഞാൻ പറയുന്നില്ല. ഓരോ കമ്പനിയും പൈൽസിനുള്ള മരുന്ന് എന്നൊക്കെ പറഞ്ഞ് ആൾക്കാർ പേര് പറഞ്ഞ് വാങ്ങി കഴിക്കാറുണ്ട്. എന്നിട്ട് അവർ പറയാ ഞാൻ ആയുർവേദം ചെയ്യുന്നു. ആയുർവേദത്തിൽ ഇന്നതിന് ഇന്ന മരുന്ന് ബ്ലൈൻഡായിട്ട് പറയാൻ പറ്റില്ല. നമ്മൾ അലോപ്പതിയിലൊക്കെ പറയുന്ന പോലെ പനിക്കുള്ളത് ഇന്നേ മരുന്ന്, അതുപോലെ തന്നെ ആയുർവേദത്തിൽ അങ്ങനെ ബ്ലൈൻഡായിട്ട് പറയാൻ പറ്റില്ല. സാഹചര്യങ്ങളോട് കണക്കിലെടുത്ത് നമ്മൾ എല്ലാ കണ്ടീഷൻ നോക്കിയാൽ പേഷ്യന്റ് അത് പറ്റുന്നതാണോ, ഏത് രീതിയിലാണ് അവർക്ക് പൈൽസ് രോഗമായിട്ട് മാറിയത്, ആ രീതിയിലാണ് മരുന്ന് തീരുമാനിക്കുക. അപ്പം ഇന്ന മരുന്ന് ഇപ്പോൾ പേര് കേട്ടിട്ടുള്ള ആ മരുന്ന് കഴിക്കുന്നത് കൊണ്ട് ആയുർവേദ ചികിത്സ എന്ന് ആകണം എന്നില്ല.
അതും മനസ്സിലാക്കുക. അതിനുശേഷം അവർ സർജറി ചെയ്ത് കളഞ്ഞു, ഇപ്പോൾ ആൾ സുഖമായിരിക്കുന്നു. അത് അവസാന ഘട്ടത്തിൽ ഞങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ചികിത്സിച്ചിട്ടാണെങ്കിൽ ശരി അല്ലെങ്കിലും ശരി നമ്മൾ ഒരു അവസാന ഘട്ടത്തിൽ സർജറി തന്നെയാണ് ഏറ്റവും ബെറ്റർ സൊല്യൂഷൻ അല്ലേ? അവസാന ഘട്ടത്തിൽ സർജറി തന്നെ ചെയ്യേണ്ടത്. അപ്പോൾ അവർ പറഞ്ഞു ഇപ്പോൾ ആൾ സുഖമായിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിനുശേഷം അവരുടെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു അത്യാഹിതം വന്നാൽ നമ്മൾ ആയുർവേദത്തിലേക്ക് പോകണോ അതോ നോർമൽ ഹോസ്പിറ്റലിൽ പോകണോ? അതായത് ക്രിട്ടിക്കൽ സ്റ്റേജിൽ ആയുർവേദവും ഹോമിയോവും തപ്പിപ്പോകുന്ന മലയാളികൾ എത്ര പേരുണ്ടാകും? ഇല്ല, ക്രിട്ടിക്കൽ സ്റ്റേജിൽ എന്തായാലും നമ്മൾ മോഡേൺ ഹോസ്പിറ്റലിൽ തന്നെയാണ് പോവുക. കാരണം അവർക്കാണ് അതിനുള്ള പ്രോപ്പർ കെയർ തരാനുള്ള ഫെസിലിറ്റീസ് ഉള്ളൂ. അത് നമ്മളുടെ നാട് അങ്ങനെ ആയി വന്നു. ഇപ്പോൾ വർഷങ്ങൾ കൊണ്ട് എല്ലാ മോഡേൺ ഹോസ്പിറ്റലിലാണ് എല്ലാ ഫെസിലിറ്റിയും ഉള്ളത്. അപ്പോൾ എന്തായാലും ക്രിട്ടിക്കൽ കെയറിന് എല്ലാവരും ആശ്രയിക്കുന്ന മോഡേൺ ഹോസ്പിറ്റൽ തന്നെയാണ്, അത് തന്നെയാണ് ചെയ്യേണ്ടതും. അതില്ലാത്ത ആയുർവേദത്തിന്റെ വലിയൊരു പോരായ്മ. അതെ, ആയുർവേദത്തിൽ അത് ഡെവലപ്പ് ചെയ്യാൻ അങ്ങനെ ഒരു എമർജൻസി കെയർ ക്രിട്ടിക്കൽ കെയർ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാത്തത് ആയുർവേദ വിഭാഗത്തിന്റെ വലിയൊരു പോരായ്മയാണ്. അത് വർഷങ്ങൾ കൊണ്ട് എങ്ങനെയോ നഷ്ടപ്പെട്ടു പോയി. ഇപ്പോൾ പണ്ട് പുരാതന കാലത്ത് ആയുർവേദം മാത്രം ഉണ്ടായിരുന്ന കാലത്ത് അന്നും എമർജൻസിയും ക്രിട്ടിക്കൽ ഇങ്ങനത്തെ കെയറൊക്കെ ആവശ്യം ഉള്ള സാഹചര്യം ഉണ്ടായിട്ട്. ഇപ്പോൾ യുദ്ധങ്ങളും പല പല രാജാക്കന്മാർ തമ്മിലുള്ള യുദ്ധത്തിനെല്ലാം പല എമർജൻസി സിറ്റുവേഷനും വന്നാലും അവിടെയൊക്കെ ആയുർവേദം വൈദ്യന്മാർ തന്നെയായിരുന്നു കൈകാര്യം ചെയ്തുകൊണ്ടായിരുന്നു. അന്ന് അതിനുള്ള ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ വർഷങ്ങൾ കൊണ്ട് പല മാറ്റങ്ങൾക്കും വിധേയമായിട്ട് ഈ ഒരു മോഡേൺ സിസ്റ്റത്തിലാണ് അതിനുള്ള എല്ലാ സൗകര്യവും ഉള്ളത്. അപ്പോൾ അവിടെ തന്നെ ആശ്രയിച്ചേ പറ്റുള്ളൂ. അതൊരു നേട്ടം തന്നെയാണ് നമ്മളുടെ ലോകത്തിൻ്റെ. എന്നുവെച്ചാൽ അങ്ങനെ ഒരു കണ്ടീഷനിൽ നമുക്ക് ധൈര്യത്തോടെ നമുക്ക് ഫെസിലിറ്റീസ് ഇല്ലെങ്കിൽ നമുക്ക് ഏറ്റെടുക്കാൻ പറ്റില്ല. പിന്നെ പേഷ്യൻറ്റിനും അവരുടെ പാർട്ടീസിനൊക്കെ വില്ലിങ് ആണ് നമ്മൾ ആയുർവേദം ചെയ്യാം, എന്ത് വന്നാലും നമ്മൾ ഇത് ആയുർവേദമേ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞ് വരുന്ന പേഷ്യൻസിന് നമുക്ക് ചെയ്യാനും പറ്റും. പറ്റില്ല എന്നൊന്നുമില്ല, ചെയ്യാൻ പറ്റും. പിന്നെ ഇത്രയും കാലം കൊണ്ട് ഉണ്ടാക്കിയ ഒരു പേരുമുണ്ട്. കാരണം വെച്ചാൽ ഒരുപാട് പേഷ്യൻസ് ഇങ്ങനെ ക്രിട്ടിക്കൽ എന്ന് പറയുമ്പോൾ എന്തായാലും ഒരാളുടെ മൈൻഡിലും ആയുർവേദം പോകില്ല, എല്ലാവരുടെ മനസ്സിലും പെട്ടെന്ന് തന്നെ അലോപ്പതി, അതിലാണ് കൂടുതൽ ഫെസിലിറ്റീസ് ഉള്ളത് എന്ന് പറഞ്ഞു. അത് വലിയൊരു നേട്ടം തന്നെയാണ് അല്ലേ അലോപ്പതിയുടെ? അതുപോലെ മോഡേൺ മെഡിസിൻ്റെ വലിയൊരു നേട്ടം തന്നെയാണ്. അതായത് ദിശ പറഞ്ഞതെന്താ വെച്ചാൽ നമ്മളെ ആയുർവേദത്തിലാണെങ്കിലും ഹോമിയോപ്പതിയിലാണെങ്കിലും അലോപ്പതിയിലാണെങ്കിലും ഏതെങ്കിലും കുറച്ച് ഡോക്ടേഴ്സ് അല്ലെങ്കിൽ ഏതെങ്കിലും കുറച്ച് പേഷ്യൻസ് അവർക്കൊക്കെ എന്തെങ്കിലും സംഭവിച്ചു എന്ന് വിചാരിച്ചിട്ട് നമുക്ക് ആ മേഖലയെ പൂർണ്ണമായി തള്ളി പറയാൻ പറ്റില്ല. കുറച്ച് എന്തായാലും നമുക്ക് ഒരുപക്ഷെ ഡോക്ടേഴ്സിന് അറിവില്ലാത്തത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ പേഷ്യൻസിന് വേണ്ട രീതിയിൽ അത് ഫോളോ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടായിരിക്കും. അങ്ങനെയുള്ള ഒരുപാട് കാരണങ്ങൾ ഉണ്ടായിരിക്കാം. അപ്പോൾ എല്ലാവരും അറിവുള്ളവരാകുക. ഇപ്പോൾ ഡോക്ടേഴ്സ് ആണെങ്കിലും പേഷ്യൻസ് ആണെങ്കിലും അവരുടെ രോഗത്തെക്കുറിച്ചിട്ട് അറിവുള്ളവരാകാൻ ശ്രമിക്കുക. അപ്പോൾ അതിലൂടെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനും അതിനെക്കുറിച്ചിട്ട് അതിനെന്താണ് ഫ്യൂച്ചർ ചെയ്യേണ്ടതെന്നുള്ള അറിവുള്ള ആൾക്കാരോട് ചോദിക്കുക. അങ്ങനെയൊക്കെ ചെയ്തിട്ട് നമുക്ക് മുന്നോട്ട് പോകലേ വഴിയുള്ളൂ, വേറൊരു വഴിയുമില്ല. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിന് ഉത്തരവുമായി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കണ്ടന്റുമായിട്ട് വീണ്ടും കാണാം. അല്ലേ ദിശ? ബൈ.